നാഗകന്യക 3യുടെ എപ്പിസോഡ് 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ കമ്മീഷണറിന്റെ അടുത്ത് പോകുന്ന ACP സൈക്കിൾ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവിടെയുണ്ടായ മിസ്സിങ്ങിന്റെ പുറകിൽ എന്തോ വലിയ റീസൺ ഉണ്ടെന്നും അതെല്ലാം കണ്ടുപിടിക്കാൻ ടൈം വേണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന കമ്മീഷണർ ACPക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കൂട്ടായി ഒരു പാർട്ട്ണറെ കൊടുക്കുകയാണ്. അത് റിമോണ ആണ്. റിമോണയെ ACPക്ക് കമ്മീഷണർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ACPയോട് ഇനിയുള്ള തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ റിമോണ കൂടെ ഉണ്ടാകും പറഞ്ഞിട്ട് റിമോണയോട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ കമ്മീഷണർ പറയുകയാണ്. റിമോണയായി വന്നത് വിശാഖയാണ്. യഥാർത്ഥ റിമോണയുടെ കയ്യിൽ ഈ സ്റ്റേഷനിലേക്ക് വരാനുള്ള ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് വിശാഖയുടെ കയ്യിലാണ്. ACPയുടെ അടുത്ത് യുവിയുടെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് അനു ഫോഴ്സ് ചെയ്യുന്നത് വിശാഖ കേട്ടിരുന്നു. ACPയുടെ കൂടെ നടന്നാൽ മാത്രമേ അവരുടെ നീക്കങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിശാഖ റിമോണയായി വേഷം മാറി ഇവിടേക്ക് വന്നത്. ശേഷം ACP കേസിന്റെ ഫയൽ നോക്കാൻ വേണ്ടി റിമോണയെ ഏൽപ്പിക്കുകയാണ്. മറുവശത്ത് ബേല നാഗഗുരു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. തുടർന്ന് ബേല മഹിക്ക് കൊടുക്കാൻ ഫുഡുമായി മഹിയുടെ അടുത്തേക്ക് പോവുകയും ഫുഡ് വേണ്ട എന്ന് പറയുന്ന മഹിയെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ബേലയുടെ ഇടയ്ക്കിടയ്ക്കുള്ള സ്വഭാവ മാറ്റം കാണുന്ന മഹിക്ക് ദേഷ്യം വരികയും മഹി ഫുഡ് വേണ്ട എന്ന് പറയുകയും ചെയ്യുകയാണ്. ബേല മഹിക്ക് നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോൾ അവിടേക്ക് വരുന്ന സുമിത്ര സൈക്കിളിനെയും അനുവിനെയും വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് സുമിത്ര ബേലയോട് ഇന്നലെ ചെക്കപ്പിന് പോയിട്ട് റിസൾട്ട് വാങ്ങാതെയാണോ വന്നത്? അനുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഡോക്ടർ രാവിലെ അനുവിനെ വിളിച്ച് റിസൾട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് സുമിത്ര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതെല്ലാം കേട്ടിട്ടും മനസ്സിലാകാതെ നിൽക്കുകയാണ് ബേലയും മഹിയും. സുമിത്ര അവരോട് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പാരന്റ്സ് ആയി എന്ന് പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് മഹിയും ബേലയും. അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. സൈകളും അനുവും അവരോട് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് ബേല അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം അനുവിന്റെ പ്ലാൻ ആണെന്ന് ബേലയ്ക്ക് മനസ്സിലാവുകയാണ്. ബേല ഒരു മനുഷ്യനല്ല, നാഗമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അനു ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയുന്ന ബേല കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ബേല പോകുന്നത് നോക്കി നിൽക്കുകയാണ് അനു. മറുവശത്ത് യുവിയുടെ ഫോൺ കോള് റെക്കോർഡ് കേൾക്കുകയാണ് ACP റിമോണയും. ACP ഒരു കേസ് എടുത്താൽ അതിൽ ഓവറായി ഇൻവോൾവ് ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം ട്രാൻസ്ഫർ വാങ്ങുമെന്ന് പറഞ്ഞ് ACPയെ കുറ്റം പറയുകയാണ് വിശാഖ. അടുത്ത സീനിൽ ബേല എപ്പോഴും മഹിയെ അവോയ്ഡ് ചെയ്യുന്നതിന് കാരണം ബേല പ്രഗ്നന്റ് ആയത് കൊണ്ടാണെന്ന് വിചാരിക്കുകയാണ് മഹി. ബേലയെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിലോ വിഷമം കൊണ്ടാണോ എന്നറിയില്ല. മഹി യുവിയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് എനിക്കറിയാം. നീ വിഷമിക്കേണ്ട. എവിടെയുണ്ടെങ്കിലും യുവിയെ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരും. നീ വിഷമിക്കേണ്ട. ജീവിതം കുട്ടിക്കളിയല്ല. അവൻ എവിടെ വിളിച്ചിരുന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പെറുപെറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചെയ്ത് നടക്കുകയാണ് മഹി. ബേല പറയുന്നതൊന്നും മഹി മൈൻഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കുന്ന ബേല മഹിയുടെ അടുത്ത് പോയി ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് അലറിക്കൊണ്ട് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹി. അപ്പോൾ ഡോക്ടർ പറഞ്ഞതോ എന്ന് മഹി ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആരുടെ റിസൾട്ട് നോക്കിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് പറയുകയാണ്. അത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന മഹി ബേലയോട് എനിക്ക് വിഷമം തോന്നുമെന്നും പറഞ്ഞ് നീ എന്നോട് കള്ളം പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലാകുമെന്നൊക്കെ പറയുകയാണ് മഹി. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല വീണ്ടും വീണ്ടും പ്രഗ്നന്റ് അല്ല എന്ന് തന്നെ മഹിയോട് പറയുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ വേറൊരാള് പറയുന്നതാണോ മഹിക്ക് വിശ്വാസം എന്നൊക്കെ ചോദിക്കുകയാണ് ബേല. ആ സമയം അവിടേക്ക് സുമിത്ര വരുന്നു. സുമിത്ര ബേലയെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ അവിടേക്ക് ഡോക്ടർ വരികയാണ്. ഡോക്ടറോട് അനു കറക്റ്റ് റിപ്പോർട്ട് സൈക്കിൾ ഫാമിലിയെ കാണിക്കണമെന്നും സൈക്കിൾ കുടുംബത്തിലെ മരുമകൾ പ്രഗ്നന്റ് അല്ല എന്നും ഒരു നാഗമാണെന്നും തെളിയിക്കണമെന്നും പറഞ്ഞാണ് അനു ഡോക്ടറെ ബേലയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ബേലയുടെ ശരീരത്തിൽ മനുഷ്യരാരും തൊടാൻ പാടില്ല എന്ന് നാഗഗുരു പറഞ്ഞതും നാഗമാണിക്യം കണ്ടുപിടിക്കാൻ ഇനി 15 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നും മനസ്സിൽ പറഞ്ഞ് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ബേല. ശേഷം എല്ലാവരും റൂമിന്റെ പുറത്ത് പോകുന്നു. റൂമിന്റെ പുറത്തിറങ്ങുന്ന മഹി യുവിയെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മഹി യുവിയുടെ ഫോണിൽ വിളിക്കുമ്പോൾ ACPക്ക് സിഗ്നൽ കിട്ടുകയും അവർ മഹി സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുകയാണ്. യുവി കോൾ എടുക്കാത്തത് കൊണ്ട് മഹി ഫോണിൽ കൂടി വോയിസ് മെസ്സേജ് ഇടുകയാണ്. നീ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ തമാശയായാണ് കണ്ടത്. പക്ഷെ നീ ഈ കാര്യത്തിൽ ലിമിറ്റ് ക്രോസ് ചെയ്തു. ബേല പ്രഗ്നന്റ് ആണ് സ്റ്റൂപ്പിഡ്. ഈ കുഞ്ഞ് നിന്റേതാണ്. നീ എവിടെ മറഞ്ഞിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് ഷോക്കിൽ ഇരിക്കുകയാണ് വിശാഖ. ACP സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ACP കഥയിൽ ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ബേല പ്രഗ്നന്റ് ആയതുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തായിരിക്കും യുവിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത്. യുവിക്ക് ബേലയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് യുവി ഒളിച്ചോടി പോയി.
മഹിയുടെ ഈ മെസ്സേജ് യുവി റിപ്ലൈ തന്നില്ല എങ്കിൽ അനു പറഞ്ഞതെല്ലാം സത്യമാകും. യുവിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ബേല യുവിയെ കൊന്നിട്ട് മഹിയെ വിവാഹം കഴിച്ചു. എന്തായാലും യുവിയുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് പറയുകയാണ് ACP. ബേലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിൽ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വിശാഖ. മറുവശത്ത് ബേലയെ ചെക്ക് ചെയ്യാൻ ഡോക്ടർ നോക്കുമ്പോൾ ബേല ഡോക്ടറോട് ബേലയ്ക്ക് സ്കിൻ അലർജി ആണെന്ന് പറയുകയാണ്. തുടർന്ന് ഡോക്ടർ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്ന സമയം അനു ഡോക്ടറെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേലയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുന്ന അനു ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ വിളിച്ച് ശല്യം ചെയ്യുന്നത് കാണുന്ന ഡോക്ടർ ബേലയെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറയുകയാണ്. ശേഷം ഡോക്ടർ അവിടെയുള്ള മെഷീൻ ഉപയോഗിച്ച് ഒരു പ്രത്യേക സൗണ്ട് ഓണാക്കി വെക്കുകയാണ്. ആ സൗണ്ട് കേൾക്കുന്ന ബേലയുടെ സ്കിന്ന് നാഗത്തിന്റെ സ്കിൻ ആവുകയാണ്. ഡോക്ടർ സൗണ്ട് കൂട്ടി വെക്കുകയാണ്. ഈ സമയം രൂപം മാറി വരുന്ന അരവിന്ദ് സ്റ്റെപ്പിന്റെ മുകളിൽ പോയിട്ട് കയ്യിലിരിക്കുന്ന പ്ലേറ്റ്സ് അനുവിന്റെ തലയിൽ ഇടുകയാണ്. അനു വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. അനുവിന്റെ വിളി കേൾക്കുന്ന ഡോക്ടർ അവിടെ നിന്ന് അനുവിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഈ സമയം അരവിന്ദ് നാഗമായി മാറി അവിടെ നിന്നും പോകുന്നു. ബേല അവിടെ നിന്ന് എഴുന്നേറ്റ് മെഷീൻ ഓഫ് ചെയ്യുകയാണ്. അനുവിന്റെ തല മുറിഞ്ഞ് ബ്ലഡ് വരുന്നത് കൊണ്ട് ഡോക്ടർ അനുവിനെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. ബേല അവിടെ ഒന്നും മഹിയെ കാണാത്തത് കൊണ്ട് മഹി ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ഈ സമയം എല്ലാ വഴിയിലൂടെയും ട്രൈ ചെയ്തിട്ട് യുവിയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹി. യുവി ഇവിടെ വന്നേ പറ്റൂ. യുവി ബേലയെയും കുഞ്ഞിനെയും സ്വീകരിക്കണം. യുവി വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുന്ന മഹി അവിടെ നിന്ന് പോകുന്നു. ബേലയുടെ അടുത്ത് പോകുന്ന മഹി ബേലയോട് യുവി വന്നില്ല എങ്കിലോ യുവി ബേലയെ സ്വീകരിച്ചില്ല എങ്കിലോ ബേല വിഷമിക്കേണ്ട. എന്റെ അമ്മ ബുദ്ധിമുട്ടിയതുപോലെയോ വിഷമിച്ചതുപോലെയോ ബേലയ്ക്ക് വരില്ല. ബേലയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ബേലയെയും കുഞ്ഞിനെയും ഞാൻ സ്വീകരിക്കാം എന്നൊക്കെ പറയുകയാണ് മഹി. ബേലയെ ഒന്നും പറയാൻ പോലും സമ്മതിക്കാതെ മഹി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നറിയുന്ന ബേല മഹിയോട് ഫുഡ് കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മഹി അവിടെ നിന്ന് പോകുന്നു. ബേല കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. മറുവശത്ത് ACP പറഞ്ഞിട്ട് വിശാഖയുടെ മൊബൈലിൽ നിന്ന് യുവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഒരാൾ യുവിയുടെ ഫോണിലെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിശാഖ യുവിയുടെ കാര്യം ചോദിക്കുമ്പോൾ കാൾ അറ്റൻഡ് ചെയ്യുന്ന അയാൾ വിശാഖയോട് അയാൾ ട്രക്കിങ്ങിന് വന്നതാണെന്നും ഒരു ഗുഹയുടെ അടുത്ത് നിന്നും ഫോൺ കിട്ടിയതാണെന്നും പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന വിശാഖ അന്ന് യുവിയെ കൊന്നത് ഓർമ്മിക്കുകയാണ്. യുവിയുടെ ഡെഡ് ബോഡി ആ ഗുഹയ്ക്കകത്താണ് വിശാഖ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശേഷം ACP വിശാഖയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഫുഡ് കൊണ്ടുവരുന്ന മഹി ബേലയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന ബേല ഫുഡിന്റെ ടേസ്റ്റ് ആസ്വദിക്കുന്നു എന്ന മട്ടിൽ കണ്ണടച്ച് മഹിയുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബേലയ്ക്ക് ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ കുറെ ദൂരം പോകുമ്പോൾ നാഗമണിക്ക് ഇരിക്കുന്നത് അവ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുകയാണ്. ബേല മഹിയുടെ അടുത്തിരിക്കുന്നതെല്ലാം നാഗഗുരു തന്റെ മാന്ത്രിക ശക്തിയിലൂടെ കാണുകയാണ്. നാഗറാണിക്ക് നാഗമണിക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ നാഗലോകത്തിന് തന്നെ ആപത്ത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാഗറാണി നാഗമാണിക്യത്തിന്റെ അടുത്തെത്തണമെന്ന് പറയുകയാണ് നാഗഗുരു. അടുത്ത സീനിൽ ACPയും വിശാഖയും ഗുഹയുടെ അടുത്തേക്ക് പോവുകയാണ്. ശേഷം അവർ ഗുഹയുടെ അകത്തേക്ക് കയറുന്നു. അവിടെ നാഗരൂപത്തിൽ നിൽക്കുന്ന അരവിന്ദ് വിശാഖയുടെ മെസ്സേജ് കിട്ടിയതിൽ പ്രകാരം യുവിയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റാൻ വന്നതാണ്. തുടർന്ന് വിശാഖയെ കാണുന്ന അരവിന്ദ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഒന്നും ഇല്ല എന്ന് വിശാഖ എത്ര പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ACP ഗുഹയ്ക്ക് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗുഹയ്ക്കകത്ത് മുകളിൽ നിന്ന് കല്ലുകൾ വീഴുന്നത് കണ്ട് പേടിച്ച് അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ഡെഡ് ബോഡി വീഴുകയാണ്. അത് കാണുന്ന ACP അത് യുവിയുടെ ഡെഡ് ബോഡിയാണെന്ന് പറയുന്നത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് വിശാഖ. ഈ സമയം സുമിത്ര പഴയ തൊട്ടിലെടുത്ത് റൂമിൽ ഇടുകയാണ്. അപ്പോൾ അവിടെ പൗർണമി വരുന്നു. സുമിത്ര ആ റൂം ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ജോലിക്കാർക്ക് പറഞ്ഞു കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന പൗർണമി പ്രഥമും സുഹാനിയും എപ്പോഴാണ് ഇതുപോലെ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുവഴി മഹി പോകുന്നത് കാണുന്ന സുമിത്ര മഹിയെ വിളിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി റെഡിയാക്കി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. മഹി സുമിത്രയോട് ബേലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറ്റം ഉണ്ടാകുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര ഇതെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്, നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ മഹിയോട് പറയുകയാണ്. ഈ സമയം ബേലയെ കാണാൻ നാഗഗുരു വരുന്നു. നാഗഗുരു ബേലയോട് മഹിയുടെ ശരീരത്തിൽ ബർത്ത് മാർക്ക് കണ്ടുപിടിക്കണമെന്നും ആ ബർത്ത് മാർക്കിൽ കുറെ രഹസ്യങ്ങളുണ്ട്, അത് നമ്മുടെ ഭാവിയുമായി കണക്റ്റിംഗ് ആണ്. നാഗമാണിക്യം കണ്ടുപിടിക്കാൻ ഈ കാര്യം അത്യാവശ്യമായി ചെയ്യേണ്ടതാണ്. നാഗമാണിക്യം മഹി വഴിയെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് കളയാൻ തീരെ സമയമില്ല. എത്രയും പെട്ടെന്ന് ബർത്ത് മാർക്ക് കണ്ടുപിടിക്കണം. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് നാഗറാണി എന്ന് പറഞ്ഞ് നാഗഗുരു അപ്രത്യക്ഷമായി അവിടെ നിന്ന് പോകുന്നു. ബേല ആലോചിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്.
മറുവശത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് വിശാഖയോടൊന്നും പറയാതെ ACP അവിടെ നിന്ന് പോവുകയാണ്. വിശാഖ ഒന്നും അറിയാൻ കഴിയാത്തതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം റൂമിൽ പോകുന്ന ബേല ബർത്ത് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ശേഷം ജ്യൂസ് എടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്ന ബേല മനഃപൂർവ്വം മഹിയുടെ ഷർട്ടിലേക്ക് ജ്യൂസ് എടുത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് മഹിയോട് സോറി പറയുന്ന ബേല മഹിക്ക് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. മഹി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയം ബേല മഹിയുടെ ശരീരത്തിൽ മാർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ മഹിയുടെ പുറകിലായി ഒരു ഡോട്ട് മാർക്ക് കാണുന്ന ബേല ഡോട്ട് മാർക്കിന്റെ മുന്നിൽ കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബേലയ്ക്ക് ഒരു വീട്ടിന്റെ അകത്താണ് നാഗമാണിക ഇരിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. പക്ഷെ ആ വീട് ഏതാണെന്ന് ബേലയ്ക്ക് മനസ്സിലാകുന്നില്ല. മറുവശത്ത് പൂജ ചെയ്യുന്ന നാഗഗുരു മാന്ത്രിക ശക്തിയിലൂടെ ഇതെല്ലാം അറിയുകയാണ്. അടുത്ത സീനിൽ നാഗഗുരു ബേലയുടെ അടുത്ത് വരുന്നു. നാഗഗുരുവിനെ കാണുന്ന ബേല മഹിയോട് വയറുവേദനയുണ്ട്, മരുന്നെടുത്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ മഹി അവിടെ നിന്ന് പോവുകയാണ്. മഹി പോകുന്നത് കാണുന്ന ബേല ഡോർ അടയ്ക്കുകയാണ്. അത് കാണുന്ന നാഗഗുരു ബേലയോട് നാഗമാണിക ഇരിക്കുന്ന സ്ഥലം വ്യക്തമായി കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് ബേല പറയുമ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നാഗഗുരു ബേലയെ വിശ്വസിച്ച് ബേലയോട് പ്രണയത്തോടെ മഹി സംസാരിക്കുന്ന സമയം ബേലയ്ക്ക് മഹിയിൽ നിന്ന് നാഗമാണിക എവിടെയാണെന്ന് അറിയാൻ കഴിയും. ഈ സമയം മഹി നാഗറാണിയെ തൊട്ടാലും കുഴപ്പമില്ല. നാഗറാണി എന്തായാലും അയാളെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നതല്ലേ. കുറച്ചു കഴിയുമ്പോൾ ചന്ദ്രഗ്രഹണം സ്റ്റാർട്ട് ചെയ്യും. നാഗറാണിയുടെ ശരീരത്തിൽ ശക്തികൾ കൂടുന്ന സമയമാണ്, വിഷവും കൂടുന്ന സമയമാണ്. ഈ സമയമാണ് നല്ലത്. ചന്ദ്രഗ്രഹണം തീരുന്നതിന് മുമ്പ് നാഗമാണിക്യം കണ്ടുപിടിക്കണം. മഹി മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, നാഗമാണിക്യം കണ്ടുപിടിക്കുന്നതാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ട് നാഗഗുരു അപ്രത്യക്ഷമായി പോവുകയാണ്. അതെല്ലാം ആലോചിച്ച് ബേല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശേഷം റൂമിൽ മഹി വരുന്ന സമയം ബേല വാഷ്റൂമിലേക്ക് പോവുകയാണ്. വാഷ്റൂമിൽ നിൽക്കുന്ന ബേലയുടെ കാല് സ്ലിപ്പായി ബേല വീഴാൻ പോകുന്ന സമയം അവിടെ വരുന്ന മഹി ബേല വീഴാതെ പിടിക്കുകയാണ്. മഹി ബേലയെ തൊടുന്നത് കാണുന്ന ബേല മഹിയോട് വിടാൻ പറയുകയാണ്. മഹി അതൊന്നും കേൾക്കുന്നില്ല. ബേല എത്ര നിർബന്ധിച്ച് പറഞ്ഞിട്ടും മഹി ബേലയെ വിടുന്നില്ല. മഹി ബേലയോട് വളരെ ഇമോഷണലായും സെന്റിമെന്റായും കുറെ കാര്യങ്ങൾ പറയുകയാണ്. മഹി അറിഞ്ഞുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കുകയോ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിന്റെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്റെ കടമയാണ് ബേല. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഏത് തെറ്റിനുള്ള ശിക്ഷയാണ് നീ എനിക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് മഹി വിഷമിച്ച് നിൽക്കുമ്പോൾ ബേലയുടെ ശരീരത്തിലെ വിഷത്തിന്റെ ശക്തി കൂടുന്നത് കാരണം ബേലയ്ക്ക് തലകറക്കം വരികയാണ്. ബേല വീഴാൻ പോകുന്ന സമയം മഹിയുടെ ശരീരത്തിൽ ബേല പിടിക്കുമ്പോൾ ബേലയുടെ കയ്യിലെ നഖം കാരണം മഹിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയാണ്. അത് മനസ്സിലാക്കുന്ന ബേല പാതി മയക്കത്തിൽ മഹിയോട് സോറി മഹി എന്ന് ആവർത്തിച്ച് മഹിയോട് പറയുകയാണ്. മഹി അതൊന്നും കാര്യമാക്കാതെ നിൽക്കുകയാണ്. ശേഷം ബേലയെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് മഹി ബേലയ്ക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു. ബേല പതുക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തു വരുന്ന ബേല മഹിയോട് സോറി പറഞ്ഞിട്ട് ബേല ബോധം കെട്ട് വീഴുകയാണ്. ബേലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പേടി തോന്നുന്ന മഹി അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി മഹിക്ക് തലകറക്കം വരികയാണ്. തലകറങ്ങുന്ന മഹി സ്റ്റെപ്പിൽ നിന്നും താഴെ വീഴുന്നു. അത് കാണുന്ന എല്ലാവരും മഹിയുടെ അടുത്തേക്ക് അലറി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ശേഷം എല്ലാവരും കൂടി മഹിയെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയം ബോധം വരുന്ന ബേല അവിടെ എല്ലായിടത്തും മഹിയെ തിരയുകയാണ്. മഹിയെ കാണാത്തത് കൊണ്ട് ബേല റൂമിന്റെ പുറത്തു പോയി നോക്കുകയാണ്. അപ്പോൾ ബേല മഹിയെ ഡോക്ടർ പരിശോധിക്കുന്നത് കാണുന്നു. ഡോക്ടർ മഹിയുടെ കണ്ടീഷൻ സീരിയസ് ആണെന്നും മഹിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറയുകയാണ്. ഇതെല്ലാം അറിഞ്ഞു നിന്ന് ബേല കേൾക്കുന്നു. ഈ സമയം ബേലയെ വിശാഖ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ബേല വിശാഖയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിശാഖയോട് ബേല മഹിയെ കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേലയ്ക്ക് നാഗമാണിക്യത്തിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നും മഹിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്